ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എളുപ്പത്തിലൊരു സാമ്പാറും നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് കേട്ടോ. ഇത് വെറും 2 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു സാമ്പാർ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തോരപ്പരിപ്പോ സാമ്പാർ പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ സിമ്പിളായിട്ടൊരു സാമ്പാറാണ് റെഡിയാക്കി എടുക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്നൊരു സിമ്പിൾ സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനാവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തലേ ദിവസം രാത്രിയാണ് ഈ ഒരു പച്ചക്കറി ഞാൻ ഇതേപോലെ കഴുകി അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സാമ്പാർ തയ്യാറാക്കി എടുക്കാമെന്ന്. അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കുക്കറില്ല, സാധാ പാത്രങ്ങളാണെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പച്ചക്കറികളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടിക്കൂട്ടുകൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയാണ്. അല്പം മാത്രം മുളക് പൊടി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടി മാത്രമാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറിന് കുറച്ചുകൂടി കളറൊന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ടേസ്റ്റോ കാര്യങ്ങളൊന്നും അതിട്ടൊന്നും പറഞ്ഞുണ്ടാകത്തില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സാമ്പാറിൻ്റെ പീസുകൾക്കനുസരിച്ചിട്ട് വേണം പുളിയുടെ അളവൊക്കെ നിശ്ചയിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയാണ് വെള്ളത്തിലിട്ടിട്ട് അതിനെ ഒന്ന് കുതിർത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഒരു തക്കാളി 4 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതും ഒരു ചെറിയ സ്പൂണിലെ മല്ലിപ്പൊടി മാത്രമേ ഞാൻ ഇപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു കൊടുത്തിട്ട് ഒരു 2-3 വിസിൽ കേൾക്കുന്നത് വരെ ആവി കയറ്റിയിട്ട് വെക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് രാവിലെ തുറന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുക്കറൊക്കെ ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുക്കറില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ഇങ്ങനെ റെഡിയാക്കി വെക്കാതിരിക്കേണ്ട. സാധാ വിറകടുപ്പിൽ നമുക്ക് ഇതുപോലെ തന്നെ സാധാരണ പാത്രത്തിലും വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ രാവിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മളെ പച്ചക്കറിയൊക്കെ എങ്ങനെ ആയി കിട്ടിയിട്ടുണ്ടെന്നറിയാമല്ലോ. ഇതാ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ സാമ്പാർ നല്ല രീതിക്ക് കുഴഞ്ഞിരിക്കുന്നത് പോലെ കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തോരൻപരിപ്പോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. തോരൻപരിപ്പ് ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സാമ്പാറിന് കൊഴുപ്പ് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല കൊഴുത്ത സാമ്പാർ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ തോരപ്പരിപ്പൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. എളുപ്പത്തിൽ തന്നെ ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല. അപ്പോൾ പച്ചക്കറി നമ്മൾ കട്ട് ചെയ്തിടുന്ന സമയത്ത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ സാമ്പാർ റെഡിയാക്കുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഗ്യാസൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ ആ ഒരു വിഷയം നമുക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ സാമ്പാറൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടിക്കൂട്ടുകളൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പൊടിക്കൂട്ടുകളില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പച്ചമല്ലിയും
അതുപോലെ തന്നെ വറ്റൽമുളകും ഒക്കെ മൂപ്പിച്ചിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ പച്ച ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വലിയ 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറി കുക്കറിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് പൊടിക്കൂട്ടുകളൊക്കെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഇതേപോലെ പൊടിക്കൂട്ടുകളോ അല്ലെങ്കിൽ മുളകോ മല്ലിയൊക്കെ ഒന്ന് നല്ലതുപോലെ വറുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയും വറ്റൽമുളകും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ സാമ്പാർ രാത്രി ആവി കയറ്റാനായിട്ട് വെച്ച സമയത്ത് അല്പം കായപ്പൊടി കൂടി അതിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് മാത്രം കായത്തിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കട്ടക്കായമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള മസാലക്കൂട്ടുകളൊക്കെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇപ്പോൾ മാറ്റി കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. എൻ്റെ കയ്യിൽ പൊടികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധിക നേരം ഇതുപോലെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഉലുവ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പൊടിക്കൂട്ട് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് ഈ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ പൊടിക്കൂട്ടുകളൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ സാമ്പാർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഉച്ചയ്ക്കത്തേക്കും രാവിലത്തേക്കുമുള്ള സാമ്പാറാണ്. നമുക്ക് ഇത്ര കറിയുടെ ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഉപ്പ് തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എനിക്കിവിടെ ഉപ്പ് കുറച്ച് കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ പുളിയാണെങ്കിലും ഉപ്പാണെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് കടുക് താളിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്ന കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂണോളം ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇറച്ചിയിലൊക്കെ ഇടുന്ന ജീരകമല്ല, സാദാ ജീരകം ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഞാൻ 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളി അരിഞ്ഞതാണ്. കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് മൂപ്പിക്കണം. മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സാമ്പാറിൻ്റെ കൂട്ടുകൾ ഞാൻ ഈ ഒരു താളിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ താളിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളതിൻ്റെ ആ പച്ചമണം ഉണ്ടാകില്ല. നമ്മൾ വറുത്തിട്ട് ഇട്ടത് കൊണ്ട് തന്നെ എങ്കിലും നല്ല രീതിക്കൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സാമ്പാറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ താളിപ്പൊക്കെ നല്ലതുപോലെ ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സാമ്പാർ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 മിനിറ്റ് പോലും നമുക്ക് രാവിലെ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വരത്തില്ല കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുന്ന സമയം മാത്രം മതി. കണ്ടോ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. തിളപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക്
എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അടുപ്പിൽ നിന്നൊക്കെ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ സാമ്പാർ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ആണെങ്കിലും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ തിളയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഇന്ന് ഞാൻ ദോശയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവൊക്കെ നല്ല രീതിക്ക് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രി ഞാൻ മാവ് അരയ്ക്കുന്ന സമയത്ത് ഇതിന് മുന്നേ തന്നെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ദോശയ്ക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രം ഉലുവ കൂടി ചേർത്ത് കൊടുക്കും. ഉലുവ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതുമാണ് കേട്ടോ. ഈ ഒരു മാവ് കൂട്ടിൽ തന്നെ നമുക്ക് ഇഡ്ഡലിയും ദോശയും മസാല ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു മാവ് കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ റേഷൻ അരിയിലാണ് ഈ ഒരു ഇഡ്ഡലി മാവ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല പതഞ്ഞ് പൊങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും നമുക്ക് ഈ ഒരു മാവിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ മാവൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാവ് കുറച്ച് ഞാനൊന്ന് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത്രയും മാവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാവ് കൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു മാവ് കൂട്ട് 2, 3, 4 ദിവസം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും പുളിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല കേട്ടോ. ഇനി ഞാനൊരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ദോശയാണ് ഇന്ന് ചുട്ടെടുക്കുന്നത്. നാളെ ഇനി നമുക്ക് ഇഡ്ഡലിയാക്കാം കേട്ടോ. ബാക്കി മാവിരിപ്പുണ്ടല്ലോ. അപ്പോൾ ഒരേ ദിവസം ഒരേ പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദോശയുടെ ഒരു ഭാഗമൊക്കെ ഏതാണ്ടൊന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ദോശ ചില ആൾക്കാരൊക്കെ ഒരു ഭാഗം മൊരിച്ചിട്ടെടുക്കുന്ന കണ്ടിട്ടുണ്ട്. ദോശ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല രീതിക്ക് മൊരിച്ചെടുക്കുന്നതാണ് ദോശയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ദോശയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.